അങ്ങനെ ശ്രീധുവിൻ്റെ അമ്മയെ ബിഗ് ബോസ് കൺഫെക്ഷൻ റൂമിലേക്ക് വിളിച്ചിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു സീസണിൽ ഇതുവരെ വന്ന ഫാമിലീസിൽ ആരും തന്നെ ഈ ഒരു കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിട്ടില്ല. കാര്യം ബിഗ് ബോസ് ലാസ്റ്റ് മടുത്തു എന്നാണ് പറയാൻ. ആ ഒരു അവസ്ഥയിലാണ് ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് ശ്രീധുവിൻ്റെ അമ്മയെ വിളിച്ചത്. ഒരുപാട് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയാൽ ശ്രീധുവിൻ്റെ അമ്മ പറയുന്നതൊക്കെ കറക്റ്റാണ്, ശരിയാണ്. കാര്യം തൻ്റെ മോള് എല്ലാത്തിനേക്കാൾ ബെസ്റ്റ് ആകണം എന്നൊരു ആഗ്രഹമുള്ളൊരു അമ്മ, എവിടെയും തൻ്റെ മോളായിരിക്കണം ബെസ്റ്റ് എന്ന് ആഗ്രഹിക്കുന്ന ഒരു അമ്മയായിട്ടാണ് എനിക്ക് തോന്നിയത്. മാത്രമല്ല ഈ ഒരു കോംബോ ഒന്നും ആ ഒരു അമ്മ ആഗ്രഹിക്കുന്നില്ല. അതായത് ശ്രീധുവിൻ്റെയും നമ്മുടെ അർജുൻ്റെ കോംബോ ആഗ്രഹിക്കുന്നില്ല. സത്യത്തിൽ ശ്രീധു ഇത്ര നാൾ അവിടെ നിന്നത് ഈ അർജുൻ ശ്രീധു കോംബോ കൊണ്ട് തന്നെയാണ്, അല്ലാതെ പ്രത്യേകിച്ചൊരു ഗെയിം ഒന്നും അവർക്കില്ല അവിടെ, അല്ലേ? അതുകൊണ്ട് തന്നെ ശ്രീധുവിൻ്റെ അമ്മ അത് ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അത് പറയുന്നതിനൊരു മയമുണ്ട്. ആ ഒരു മയമൊന്നും ശ്രീധുവിൻ്റെ അമ്മയ്ക്കില്ല. സത്യത്തിൽ പറഞ്ഞൊരു ബിഗ് ബോസ് മെറ്റീരിയൽ എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു രീതിയിലാണ് ശ്രീധുവിൻ്റെ അമ്മ പോകുന്നത്. പറയേണ്ട കാര്യങ്ങളെല്ലാം അറുത്ത് മുറിച്ച് പറയുക എന്ന രീതിയിലാണ് ശ്രീധുവിൻ്റെ അമ്മയുടെ പ്രവൃത്തി. മാത്രമല്ല ഓൾറെഡി അവിടെ വന്നിട്ടുള്ള നമ്മുടെ അർജുൻ്റെ ഫാമിലിയുമായിട്ട് പോലും വലിയൊരു മിണ്ടുന്നില്ല, മറ്റുള്ള ആളുകളടുത്തും മിണ്ടുന്നില്ല. അപ്പോൾ ശ്രീധുവിൻ്റെ അമ്മയ്ക്ക് ആകെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ശ്രീധു എങ്ങനെയെങ്കിലും ഒന്ന് ബെസ്റ്റ് ആവണം. അത് ഈ കോംബോ കളിക്കാതെ ഒറ്റയ്ക്ക് നിന്ന് ബെസ്റ്റ് ആകണം എന്നാണ് ആഗ്രഹം. അത് ലാസ്റ്റ് നിമിഷം ഒറ്റയ്ക്ക് ഗെയിം കളിക്കുക പറയുന്നത് ശ്രീധുവിനെ സംബന്ധിച്ച് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. കാര്യം ഈ ഒരു കോംബോയാണ് ശ്രീധുവിനെ അവിടെ കൊണ്ടുപോകുന്നത്. അപ്പം അത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്ത് പോയാൽ എനിക്ക് തോന്നുന്നു പെട്ടെന്ന് തന്നെ ശ്രീധു പുറത്തേക്ക് തന്നെ പോകും. പക്ഷേ പുറത്ത് പോയാലും സാരമില്ല എന്ന രീതിയിലാണ് ശ്രീധുവിൻ്റെ അമ്മ പറയുന്നതും. മാത്രമല്ല ഭയങ്കരമായിട്ട് മോളുടെ എല്ലാ തീരുമാനങ്ങളിലും ഒരു കൈയടത്തുന്ന ഒരു അമ്മയെ പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. എന്ത് തീരുമാനങ്ങളിലും ഒരമ്മ ആ ഒരു പ്രസൻസ് ഉണ്ട് കേട്ടോ. സ്വന്തമായിട്ടൊരു തീരുമാനം എനിക്ക് തോന്നുന്നു ശ്രീധുവിന് ഉള്ളതുപോലെ തോന്നിയില്ല. എല്ലാ കാര്യത്തിനും അമ്മയുടെ തീരുമാനം ആ ലൈഫിലുണ്ട്, ശ്രീധുവിൻ്റെ ഹോൾ ലൈഫിൽ ഉണ്ടാകും. ആ രീതിയിലാണ് ശ്രീധുവിൻ്റെ അമ്മ ആ ഒരു എനിക്ക് തോന്നിയൊരു രീതി അങ്ങനെയാണ് കേട്ടോ. ഭയങ്കര പ്രത്യേകിച്ചൊരു ക്യാരക്ടറാണ്. തൻ്റെ അമ്മ ബെസ്റ്റ് ആയിരിക്കണം, അതിനു വേണ്ടി താൻ എന്തും ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യിപ്പിക്കും ശ്രീധുവിനെ കൊണ്ട് എന്നുള്ളൊരു ക്യാരക്ടറാണ് ശ്രീധുവിൻ്റെ അമ്മയ്ക്ക്. അപ്പം അത് ഒരുപാടായാൽ പ്രേക്ഷകർ ഇഷ്ടപ്പെടില്ല. നമ്മുടെ മക്കൾ എപ്പോഴും നല്ലതാകണമെന്ന് എല്ലാ അമ്മമാരും ആഗ്രഹിക്കും. പക്ഷെ അത് ഭയങ്കര ഓവറായിട്ട് കാണിച്ചാൽ അത് പ്രേക്ഷകർക്ക് ഒരിക്കലും ഇഷ്ടപ്പെടില്ല. അതാണ് ഇപ്പോൾ ഇവിടെ ശ്രീധുവിൻ്റെ അമ്മയ്ക്കും സംഭവിച്ചു പോയത്. എന്തായാലും അധികമായാലും അമൃതം വിഷു എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇപ്പോൾ ശ്രീധുവിൻ്റെ അമ്മയുടെ പോക്ക്. എന്തായാലും ബിഗ് ബോസ് വിളിച്ച് വാൺ ചെയ്തിരിക്കുകയാണ്. ഇവിടെ എല്ലാവർക്കും ഒരു പോസിറ്റീവ് എനർജി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഫാമിലീസ് വന്നിരിക്കുന്നത്. പക്ഷേ ഇതൊരു നെഗറ്റീവായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവരെ ഗെയിമിനെ ഇത് ബാധിക്കുമെന്നൊക്കെയാണ് ഇപ്പം ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല എല്ലാവരോടും സഹകരിക്കണം, എല്ലാവരോടും മിണ്ടണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ശരിയാണ്, ഇപ്പം നമ്മുടെ മോള് ഇപ്പോൾ ഒരു കോംബോ ഉണ്ടാക്കുന്നെങ്കിൽ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം. നമ്മുടെ കഴിഞ്ഞ സീസണിൽ സെറീനയുടെ മമ്മി വന്നിട്ട് എന്ത് കൂളായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞത്. ആ മിഥുനെ കൊണ്ട് തല മസാജ് ചെയ്യിപ്പിക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ റെനീഷയുടെ ഇക്കയും ഉമ്മയും വന്നിട്ട് പറഞ്ഞില്ലേ, ആ ഒരു കോംബോ ഒന്നും വേണ്ട, അതായത് ഫ്രണ്ട്ഷിപ്പ് കോംബോ വേണ്ട, മാറി നിന്ന് ഒറ്റ ഗെയിം കളിക്കുക എന്നൊക്കെ പറയുന്നൊരു മയം ഉണ്ടായിരുന്നു. ഇത് അങ്ങനെയൊന്നും അല്ല, ഇത് വെട്ടി തുറന്നൊക്കെ പറയുന്ന പോലെ പറഞ്ഞിട്ട് പ്രേക്ഷകരെ ഒന്നടങ്കം വെറുപ്പിച്ച പോലെ തോന്നി. അത് നമ്മുടെ തുടർന്നുള്ള ശ്രീധുവിൻ്റെ ഗെയിമിനെയും ബാധിക്കും, അത് ശ്രീധുവിൻ്റെ അമ്മയും ബാധിക്കും കേട്ടോ. കാര്യം ശ്രീധുവിൻ്റെ അമ്മ ഭയങ്കരമായിട്ട് നമ്മുടെ ശ്രീധുവിനെ കൺട്രോൾ ചെയ്യുന്നൊരു മമ്മിയായിട്ട് തന്നെയാണ് ഇപ്പോൾ ക്രിയേറ്റ് ആവുന്നത്. പക്ഷേ ഇവിടെ സംഭവം എന്ന് പറയുന്നത് ശ്രീധുവിൻ്റെ അമ്മയ്ക്ക് ശ്രീധു ബെസ്റ്റ് ആവണം. നമ്മുടെ ജിൻഡോയുമായിട്ട് ഒരു കോംബോ ഉണ്ടാകണം. ജിൻഡോയായിട്ട് കോംബോ ഉണ്ടാക്കാൻ ശ്രീധുവിൻ്റെ അമ്മ ആഗ്രഹിക്കുന്നുണ്ട്. കാര്യം അത് പല പ്രാവശ്യം പറയുന്നുണ്ട്, ജിൻഡോ ബെസ്റ്റാണെന്ന് പറയുന്നുണ്ട്. അപ്പം ജിൻഡോയായിട്ടൊരു കോംബോ ഉണ്ടാകാൻ ശ്രീധുവിൻ്റെ അമ്മ ആഗ്രഹിക്കുന്നുണ്ട്. അതേസമയം അർജുനുമായിട്ടൊരു കോംബോ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നുമില്ല. അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും ഇടപെടണം എന്നൊക്കെ ആഗ്രഹിക്കുന്നു. ശ്രീധു എല്ലാ കാര്യത്തിലും ഇടപെടണം, പുറകിൽ നിൽക്കുവാണ് എന്ന രീതിയിൽ അത് പറഞ്ഞു കൊടുക്കുന്നുമുണ്ട്. അപ്പം ഇൻഡയറക്റ്റ്ലി പറയുന്നുണ്ട് ഇവിടെ ഇപ്പോൾ ലീഡ് ചെയ്ത് പോകുന്നത് നമ്മുടെ ജിൻഡോയാണ്. അപ്പോൾ ജിൻഡോയായിട്ടൊരു കോംബോ ഉണ്ടാകാൻ അമ്മ ആഗ്രഹിക്കുന്ന പോലെ എനിക്ക് തോന്നുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ബിഗ് ബോസ് വിളിച്ച് വാൺ ചെയ്തിരിക്കുകയാണ്, എല്ലാവരോടും സഹകരിക്കണമെന്ന് പറയുന്നുണ്ട്. അത് ശരിയാണ്. എന്തെങ്കിലും ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ ഒരു മിണ്ടാതിരുന്ന് ഒരു ഈഗോ പോലെ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലേ? എല്ലാവരോടും സഹകരിക്കാം. അത് നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. നമുക്കിനി എന്തുണ്ടെങ്കിലും നമ്മൾ എല്ലാവരോടും തുറന്ന് സംസാരിക്കണം. ഇതിപ്പം പ്രത്യേകിച്ച് പല ആളോട് ദേഷ്യമുള്ള രീതിയിലാണ് നമ്മുടെ ശ്രീധുവിൻ്റെ അമ്മയുടെ ഒരു പെരുമാറ്റം. അത് ഒരുപാട് നെഗറ്റീവായി മാറുക തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ശ്രീധുവിൻ്റെ അമ്മയുടെ ഈ ഒരു ബിഹേവിയറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.